ദീപക്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ ദീപക്, ശരിക്കും വടക്കൻ കേരളത്തിൽ ദീപക് പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്കലൈസ്ഡ് സൊസൈറ്റിയുള്ള വടക്കൻ കേരളത്തിൽ കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അലയൊലികൾ കേൾക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിവരങ്ങൾ എസ് കെ എൻ അത് പറയുന്നതിന് മുമ്പ് എസ് കെ എൻ ഒരു ശിഷ്യനെ വിട്ടുപോയി. നമ്മുടെ മുൻ മന്ത്രിയും എം പിയൊക്കെ ആയ കെ രാധാകൃഷ്ണനെ എസ് കെ എൻ വിട്ടുപോയി. രാധാകൃഷ്ണന് വിഷമാവും. ശിഷ്യന്മാരുടെ പേര് പറയുമ്പം കേരളവർമ്മയിലെ രാധാകൃഷ്ണനെ വിട്ടുപോകാൻ പാടില്ലായിരുന്നു. രാഷ്ട്രീയമായ പ്രബുദ്ധമായ അല്ലെങ്കിൽ അതെ 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 ഈ മലബാറിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേതാക്കളുടെ തട്ടകം, മറ്റൊന്ന് ഇത്രയും പൊളിറ്റിക്കലി സെൻസിറ്റൈസ് ചെയ്യപ്പെട്ട ഒരു ജനവിഭാഗം. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയും ഇവിടെയുള്ള ഇലക്ട്രിക് പോസ്റ്റിന് പോലും രാഷ്ട്രീയമുണ്ട് എന്നുള്ളത്. കാരണം മലബാറിലെ ഇലക്ട്രിക് പോസ്റ്റുകൾ പോലും പ്രചരണത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പ്രത്യേകിച്ചും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോ നാട്ടുവഴികളിലും പ്രചരണത്തിൻ്റെ വിവിധ രൂപങ്ങൾ കാണാം. അപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റി BJPക്ക് നിലനിർത്തണം, അത് തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ്, അതിനിടയിൽ ഗോളടിക്കാൻ വേണ്ടി ഇടതുമുന്നണിയും അവിടെ ഉണ്ട്. അതുമുതൽ ഇങ്ങ് കാസർഗോഡ് വരെ നോക്കുമ്പോൾ വിവിധങ്ങളായ കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും CPM-ന് വലിയ അപ്രമാദിത്വമുണ്ട്. ജില്ലാ പഞ്ചായത്തുകൾ അവർ ഭരിക്കുന്നു, മിക്കവാറും പഞ്ചായത്തുകൾ അവർ ഭരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൃത്യമായ ടെസ്റ്റ് ഡോസും കൃത്യമായ സെമി ഫൈനലുമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ കരുതലോടുകൂടി, ജാഗ്രതയോടുകൂടി, ആസൂത്രിതമായ പ്രവർത്തനം, അത് കുറച്ച് പ്രൊഫഷണൽ സ്വഭാവത്തിലാണ് മിക്കവാറും പാർട്ടികളെല്ലാം ചെയ്യുന്നത്. BJP ഒക്കെ ആണെങ്കിൽ പ്രൊഫഷണലുകളെ ഉപയോഗിക്കുന്നുണ്ട് അവരുടെ ക്യാമ്പയിന്. CPM ആണെങ്കിൽ പതിവ് രീതിയിൽ അവരുടെ സംഘടനാ ശൈലിയിൽ പോകുന്നു. കോൺഗ്രസും കുറച്ചുകൂടി ഹൈടെക്കായുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തനം നടക്കുന്നത്. സോഷ്യൽ മീഡിയ ആയിരിക്കും ഈ പ്രചരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതുപോലെ ഇലക്ട്രോണിക് മീഡിയയും അവർ കൃത്യമായി ഉപയോഗിക്കും. മൂന്ന് മുന്നണികളും അതിനുവേണ്ടിയുള്ള പരിശീലന കളരികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടി പെയ്ഡ് സ്റ്റാഫിനെ നിശ്ചയിച്ചു കഴിഞ്ഞു മണ്ഡലാടിസ്ഥാനത്തിലൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ പ്രചരണം യഥാർത്ഥത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചായിരിക്കില്ല, അത് നിയമസഭാ തെരഞ്ഞെടുപ്പ്, അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച നേടിയ ഇടതുമുന്നണിയെ താഴെ ഇറക്കാൻ അത് രണ്ട് മുന്നണികൾ ശ്രമിക്കും. ഭരണ തുടർച്ച ഉറപ്പാക്കാൻ, പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഭരണ തുടർച്ച ഉറപ്പാക്കാൻ വേണ്ടി LDF ശ്രമിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ നടക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും പ്രചരണം നടക്കുക നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് തന്നെയായിരിക്കും. അതിലേറ്റവും കൂടുതൽ പ്രചരണം കടുക്കുക, വാശിയേറിയ പോരാട്ടം നടക്കുക മലബാറിലായിരിക്കും. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.